ഇന്നലെ എൻ്റെ ഫ്രണ്ട് അഖിലിൻ്റെ ഹൗസ് വാമിങ്ങിനായിരുന്നു. ഇന്നലെ നൈറ്റായിരുന്നു പ്രോഗ്രാം. ഞാനും അമ്മയും സോളും കുഞ്ഞും എല്ലാവരും കൂടി പരിപാടിക്ക് പോയി. ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമായിരുന്നു അവൻ്റെ വീട്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നല്ല അടിപൊളി ഒരു വീട്. അവരുടെ എല്ലാ കഷ്ടപ്പാടുകളുടെ ഇടയിലും അവർ അടിപൊളി ഒരു വീട് വെച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ വീട്. കയറി ചെല്ലുന്ന അവിടെ നല്ലൊരു ഹാളായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇരിക്കാൻ. പിന്നെ 3 ബെഡ്റൂം. നല്ല എനിക്ക് ഭയങ്കര മനോഹരമായ ഒരു വീട്. എന്താ പറയേണ്ട, വാക്കുകളില്ല. എനിക്ക് അതിന് പറയാൻ വാക്കുകളില്ല. ഞാൻ അത്ര മനോഹരമായിരുന്നു ഒരു വീട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട്. പിന്നെ ഡൈനിങ് ഹാളുണ്ടായിരുന്നു. 3 ബെഡ്റൂമാണ്. എല്ലാം 3 ബെഡ്റൂം, ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിരുന്നു. പിന്നെ മുകളിലേക്ക് സ്റ്റെയർ ഇട്ടുണ്ട്. പക്ഷെ മുകളിൽ റൂമൊന്നുമില്ല, സ്റ്റെയർ ഇട്ടുണ്ട്. പിന്നെ കിച്ചൺ ഉണ്ടായിരുന്നു, സ്റ്റോർ റൂം ഉണ്ടായിരുന്നു, വർക്ക് ഏരിയ ഉണ്ടായിരുന്നു. എല്ലാം ഭയങ്കര അവനത്ര ചെയ്തപ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തായിരുന്നു അത്. പിന്നെ ഞങ്ങൾ വീട് കയറിക്കുള്ളിൽ കണ്ടു. വീടെല്ലാം കയറി നടന്ന് കണ്ടു. വീഡിയോസൊക്കെ ഞാൻ എടുത്തു. പിന്നെ അവൻ്റെ പപ്പയോടും മമ്മിയോടൊക്കെ സംസാരിച്ചു. പിന്നെ കുഞ്ഞാറ്റായും മിന്നും അവിടെ കൂടെ ഓടിക്കളിയായി. അവർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് ഓടിക്കളിയും പരിപാടിയൊക്കെ തുടങ്ങി. അവിടെ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേഷന്. ആ കല്ലൊക്കെ എടുത്ത് പെറുക്കി കളിക്കലും. അങ്ങനെ അവരുടെ ലോകത്തിലേക്ക് പതുക്കെ മാറി. ഞങ്ങളെല്ലാവരോടും സംസാരിച്ചു. അഖിലിനോട് കുറേ നേരം സംസാരിച്ചു. അവൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. പിന്നെ ഫുഡുണ്ടായിരുന്നു. ബിരിയാണിയും ചോറും ഉണ്ടായിരുന്നു. ഞാനും അമ്മയും ചോറ് കഴിച്ചു. സോളും കുഞ്ഞാറ്റയൊക്കെ ബിരിയാണി കഴിച്ചു. കണ്ടില്ലേ, കുഞ്ഞാറ്റ ബിരിയാണി കഴിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവളൊക്കെ ഇറച്ചിക്കാലൊക്കെ എടുത്തിട്ട് കടിച്ച് പറിച്ച് തിന്നുക. കണ്ടാൽ തോന്നി ഇപ്പോൾ ഇത് മുഴുവനും തിന്നു തീർക്കുന്നു. പക്ഷെ ഒന്നുമില്ല, 2 വറ്റ് വെച്ച് കഴിച്ചിട്ട് ബാക്കി അതേപടി അവിടെ വെച്ചിട്ടുണ്ട്. എത്ര നിർബന്ധിച്ചിട്ടും അവൾ കഴിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇറച്ചിക്കാലം എന്തോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് കൊടുത്തതുകൊണ്ട് അത് കുറച്ചൊക്കെ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു.